സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുനിൽക്കുന്ന കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ പുത്രി ദിയ കൃഷ്ണയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ദിയ ഗർഭിണിയാണോ എന്ന സംശയത്തിലാണ് പൂർവാധികമായി ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ദിയ കൃഷ്ണ തന്നെ പറയുന്ന മറുപടിയിൽ ഗർഭിണിയാണെന്ന സ്ഥിരീകരണമാണ് പുറത്തുവരുന്നത്. ഈ പെണ്ണാണല്ലോ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വാർത്ത വന്നത് എന്നൊരാളുടെ കമൻ്റ് ഉണ്ട്. ആ കമൻറ്റിന് തക്കതായ മറുപടി കൊടുത്തെങ്കിലും ദിയ കൃഷ്ണ പ്രഗ്നൻ്റ് അല്ല എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ദിയ ഗർഭിണിയാണോ ഇല്ലയോ എന്നത് 3 മാസമോ അല്ലെങ്കിൽ ആദ്യത്തെ സ്കാനിങ്ങോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരാധകരോട് അക്കാര്യത്തെക്കുറിച്ച് പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലാവുകയാണ്. ദിയ ഗർഭിണിയാണ് എന്ന് ഇതിലൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. താൻ ഗർഭിണിയല്ല എന്ന് ഇതിനോടകം തന്നെ ദിയ പറയേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ദിയ ഇതുവരെ അതിനെക്കുറിച്ചൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. സഹോദരിമാരെ ട്രിപ്പ് പോയ സമയത്ത് ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം നിൽക്കുകയാണ് ദിയ കൃഷ്ണ. ഛർദിലും നല്ല പനിയുമൊക്കെ കാരണം ആശുപത്രിയിലായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. അതുകൊണ്ടാണ് ദിയ കൃഷ്ണ പോകാത്തതെന്ന് ആദ്യം എല്ലാവരും കരുതിയെങ്കിലും പിന്നാലെ ദിയയ്ക്ക് വന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും പറയാൻ തുടങ്ങി. ഇതോടെ പ്രേക്ഷകർക്ക് ദിയയുടെ ആഗ്രഹം മനസ്സിലായി. ദിയയ്ക്ക് കുടുംബം വേണമെന്നും കുട്ടികളും ഭർത്താവുമൊക്കെ വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ടാണ് വേഗം കല്യാണം കഴിച്ചതും. അങ്ങനെ ജീവിതം ഫാമിലിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് ദിയ എന്ന് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ ദിയയുടെ ഈ വാർത്ത അംഗീകരിക്കുകയാണ്. ദിയ അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? 27 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് കുട്ടിയുടേതായ തീരുമാനമെടുക്കാം. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നതെന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാം ചോദിക്കുന്നതിന് മറുപടിയുമായി എത്തുന്നത്. ഈ പെണ്ണല്ലേ ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നതെന്ന് പറഞ്ഞ കമന്റിന് താഴെയാണ് ദിയ കൃഷ്ണ മറുപടിയുമായി എത്തുന്നത്. എനിക്കൊരു പേരുണ്ട് ദിയ. ഒന്ന് പെണ്ണ് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് എന്റെ പേര് വിളിക്കാം, അല്ലെങ്കിൽ യു എന്ന് പറയാം, അവര് എന്ന് ഉദ്ദേശിക്കാം. അല്ലാതെ നീ, പൊടി, എടി, പെണ്ണ് എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്നാണ് ദിയ പറഞ്ഞത്. അതിലൊട്ടും റെസ്പെക്ട് തോന്നുന്നില്ല എന്നും എന്റെ ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ വന്ന് ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്നും ദിയ പറയുന്നു. ശരിക്കും ആ ചേച്ചി ചോദിച്ചു വാങ്ങിയതാണ്. മര്യാദയ്ക്ക് ചോദിക്കാമായിരുന്നു. എത്രയോ പേര് താഴെ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെയും താരപുത്രി ഇതുവരെ മറുപടി നൽകാത്തത് തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ സംശയമായി മാറുന്നത്. ഗർഭിണി അല്ല എങ്കിൽ ഉറപ്പായും ദിയ മറുപടി നൽകിയേനെ, ഒരു വീഡിയോ പങ്കുവച്ചേനെ. ഇത്രയും ന്യൂസ് ആയതുകൊണ്ട് തന്നെ ദിയ ഇതുവരെ അത് പങ്കുവെക്കാത്തത് കൊണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംശയിക്കുകയാണ്. ദിയ എന്തുകൊണ്ട് ആ വിശേഷമൊന്നും പങ്കുവെക്കുന്നില്ല? അതാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത്. ദിയ സാധാരണ ഗർഭിണിയാണെങ്കിൽ ഇത് പറയേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ടേക്ക് കെയർ ചെയ്യേണ്ട സമയമായതുകൊണ്ട് ദിയ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇഷ്ടമുള്ള സമയത്ത് പറഞ്ഞാൽ മതിയെന്നും അതുവരെ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. ദിയയുടെ ആരോഗ്യം ശരിക്കും ശ്രദ്ധിക്കുന്നവർ തന്നെയാണ് അത്തരത്തിൽ മറുപടി പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.